ഇതെന്താണെന്ന് അറിയാം എനിക്ക്. ഇതാണ് ജുമായത്ത് പള്ളി. നമ്മളവിടെ ഒരു വലിയ പള്ളി കണ്ടില്ലേ, ഇസ്കാൽ പള്ളി. അതുകൂടാതെ ജുമായത്ത് പള്ളിയാണ്. അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും. പഴയ പള്ളിയാണ് കേട്ടോ. പിന്നെ വല്യപ്പൻ്റെ സ്ഥലം നാടല്ലത്. വല്യപ്പ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുത്തുന്നുണ്ട്. ആ സ്കൂളിൽ ആണ് പഠിച്ചത്. ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ വല്യപ്പ എപ്പോഴും ഉണ്ടാവല്. നമുക്ക് പൊരിച്ച ഐസ്ക്രീം പിന്നാക്കാം. ഇത്രയും നേരം നടന്നിട്ട് എനിക്ക് ദാഹിക്കണില്ലേ, അതിന് എനിക്ക് വല്യപ്പ ഒരു കുലുക്കി സർബത്ത് മേടിച്ചു തരാം. അങ്ങനെ ഒരു സർബത്തുണ്ട്. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലോ. കുലുക്കി സർബത്ത് കൊച്ചിൻ സ്റ്റൈൽ. മോനെ ഒരു കുലുക്കി സർബത്ത് കൊടുത്താട്ടോ അവനക്ക്. മോൻ ആദ്യമായിട്ട് കുടിക്കാൻ പോവാണ്. ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. ഇതെങ്ങനെയാണ് ഈ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത് നിങ്ങൾ? ആ മിന്തോ ആ കൂട്ടിയിട്ടാണ്. മനസ്സിലായോ? അതെന്താണ് വയ്ക്കുന്നത്? സിറപ്പ്. എന്ത് സിറപ്പാണ്? പഞ്ചസാരന് മാത്രം. അല്ല നന്നാറി ഇതൊന്നുമില്ല. കുലുക്കി സർബത്ത്. ആ ഇതാണ് കുലുക്കി. കുലുക്കി 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 സർബത്താക്കുക. ആ കുടി കുടി. എരിവുണ്ടോ? സാറിൻ്റെ വലി കുറെ കഴിയുമ്പോൾ എരിവ് പോയിക്കോളൂ കേട്ടോ. കുലുക്കി സർബത്ത് മധുരമുള്ള ഉണ്ടാവില്ലേ? മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ഇതെന്താണെന്ന് മനസ്സിലായി എനിക്ക്. എന്താണ്? കാടമുട്ട. എന്താണ്? കാടക്കോയില്ല ചെറിയ, അതിന് മുട്ടാണ് കേട്ടോ. ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ. ഇത് ആദ്യം കുറ്റിച്ചേറിലുള്ളതല്ല. ഇപ്പോൾ നോമ്പ് കാലത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു കച്ചവടമാണിത് കേട്ടോ. ഇതെന്താണ് ഇത് സാധനം? ആ മക്രോണി ഒക്കെ ഇവിടെ നന്നായി പോവില്ലേ? ഇതോ ചിക്കൻ. ആ ചിക്കൻ. ഇതൊക്കെ ചിക്കൻ ഐറ്റംസ് തന്നെ എല്ലാം. ആ ഇത് ഞണ്ട്. ഇത് രണ്ട് കണി ഞണ്ട് പൊരിച്ച്. ഇതോ സോയാബീൻ പൊരിച്ചത്. ആ ഞണ്ട് പൊരിച്ചത്. ഇത് കാലുമല്ലോ പൊരിച്ചില്ലേ? പൊരിക്കാൻ വെച്ചാണ്. ആ മസാല വെച്ചാ എനിക്ക് കാട പൊരിച്ച് ഞണ്ട് പൊരിച്ചൊന്നും വേണ്ടല്ലോ. ആ നമുക്ക് ആകെ വേണ്ടത് മറ്റേ എന്താണ് ഐസ്ക്രീം മുളിട്ടത്. ആ എന്താണ്? ആ ഞാൻ ഈ നോമ്പ് വെച്ച് നോമ്പറപ്പിക്കാൻ സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞപ്പോഴേ കൂട്ടിങ്ങനെ വന്ന അതെ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കുറ്റിച്ചിറയിലെ മക്കാനി വിശേഷങ്ങൾ. ഇനിയും നമ്മളെ ഈ മക്കാനി കഥകളായിട്ടും പലതരം പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളായിട്ട് നമ്മളെ മലബാറിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ തൽക്കാലം ഞാൻ നമ്മളെ വേറെക്കുട്ടിക്ക് ഒരു പൊരിച്ച ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ട് പൊരിച്ച ഐസ്ക്രീം? നിങ്ങൾക്കും കാണാൻ എന്താണ് വരുവാ. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ.
ഇതാണ് എൻ്റെ പൊരിച്ച ഐസ്ക്രീം കിട്ടുന്ന ആലിബായ് തട്ടുകട. മനസ്സിലായില്ലേ? ആ മോനെ പൊരിച്ച ഐസ്ക്രീം ഉണ്ട് ഇവിടെ. അതെങ്ങനെയാണ് സംഭവം ഒന്ന് ഇവർക്കൊന്ന് കൊടുത്താട്ടെ. എങ്ങനെ ഉണ്ടാക്കണോ? ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ വേഗം സമയം എടുക്കുമോ? ആ ഇപ്പോൾ 2 മിനിറ്റൊക്കെ കാത്തൂടെ? കടുക്ക നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ് നെയ് മണക്കണ ഉന്നക്കായനെ ഉന്ന വെച്ച് കണ്ണിറുക്കണ്. കടുക്ക നിറച്ചത് ചില്ലല മരക്കകത്തു കിടന്നിന്ന് ചിരിക്കണ് നെയ് മണക്കണ ഉന്നക്കായനെ ഉന്നം വെച്ചു കണ്ണിറുക്കണ്. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വച്ചിരുമീൻ കറിയും. ഈ ഐസ്ക്രീം മുറിച്ച് മാവിൽ മുക്കിയത് പൊരിക്കുക. ഇതെന്താണ്? രണ്ട് കോല് ഇതാണ് പൊരിച്ച ഐസ്ക്രീം. ഇതാണ് എൻ്റെ പൊരിച്ച ഐസ്ക്രീം. പോരെ? അവിടെ വന്നിരുന്ന് തിന്നു വാ. ഇതാണ് എൻ്റെ പൊരിച്ച ഐസ്ക്രീം. ഇരുന്ന് നല്ല തിന്നു. ചൂടുണ്ടാവും. ആ അങ്ങനെയുണ്ട്. സാറല്ലേ? ഇതാണ് കോഴിക്കോട്ടെ ആലിബായ് തട്ടുകടയിലെ സ്പെഷ്യൽ പൊരിച്ച ഐസ്ക്രീം കേട്ടോ. ഇതുപോലെ കോഴിക്കോട്ട് ഒരുപാട് 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 വിഭവങ്ങൾ ഐറ്റംസും ഉണ്ട്. ഇത് നമ്മളെ മീഡിയ വണ്ണിൻ്റെ മക്കാനിയുടെ പെരുന്നാൾ സ്പെഷ്യലാണ്. പെരുന്നാളിന് ശേഷവും മക്കാനിയുടെ പരിപാടിയുമായിട്ട് ഓരോ ആഴ്ചയിലും നിങ്ങളോടൊപ്പം മീഡിയ വണ്ണിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ ഒണ്ണക്കപ്പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരിച്ചേലില്. കടുക്ക നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ് നെയ് മണക്കണ ഉന്നക്കായനെ ഉന്ന വെച്ച് കണ്ണിറുക്കണ്. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വച്ചിരുമീൻ കറിയും. വൃത്തിയായ ഇല വച്ചു മൈലാഞ്ചിയിട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ. ചായ